മലയാളി ഉള്ളിടത്തോളം കാലം ഉമ്മൻചാണ്ടിയെ ഓർക്കും. ഇത് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവല്ല, അല്ലെങ്കിൽ ഒരു പഴയ കോൺഗ്രസ് നേതാവല്ല. പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് വിരുദ്ധ ചേരിയിലുള്ള ഉമ്മൻചാണ്ടിയെ എണ്ണമറ്റ ആരോപണങ്ങൾക്ക് വിധേയനാക്കി 14 മണിക്കൂർ ചോദ്യം ചെയ്യിപ്പിച്ച ഒരു പാർട്ടിയുടെ, അദ്ദേഹത്തെ എപ്പോഴും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരുന്ന, എതിർത്തിരുന്ന, ശത്രുവായി കരുതിയിരുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ്. മറ്റാരുമല്ല, ബിനീഷ് കോടിയേരി. അദ്ദേഹം കോട്ടയത്ത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയിട്ട് നടത്തിയ വികാരനിർഭരമായിട്ടുള്ള പ്രസംഗത്തിലാണിതുള്ളത്. മലയാളികളുടെ മനസ്സിൽ നിന്ന് മലയാളി ഉള്ളിടത്തോളം കാലം ഉമ്മൻചാണ്ടി തൂത്തുമാറ്റാൻ കഴിയുകയില്ല, ഉമ്മൻചാണ്ടിയെ തുടച്ചു മാറ്റാൻ കഴിയുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ വിസ്മൃതിയിലേക്ക് തള്ളിയിടാൻ ജനം സമ്മതിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി കൂടുതൽ എന്തു വേണം? ഒരു നേതാവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആദരം. അവിടെ ഗവർണർ വരികയുണ്ടായി. ഗവർണർ പറഞ്ഞു, കേരളം സംഭാവന ചെയ്ത മികച്ച പൊതുപ്രവർത്തകരിൽ ഒരാളാണ് എന്ന് ഉമ്മൻചാണ്ടിയെ വിശേഷിപ്പിച്ചു ഗവർണർ. പക്ഷേ അതിലും വലിയൊരു ആദരമാണ് CPM നേതാവിന്റെ മകനിൽ നിന്ന്, CPM പാർട്ടി പ്രവർത്തകനിൽ നിന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. അദ്ദേഹം അവിടെ വരികയായിരുന്നു. അതിനുമായിട്ട് അദ്ദേഹം ഒരു സാധാരണ CPM പ്രവർത്തകരുടെ മക്കളോ CPM പ്രവർത്തകരോ ഒന്നും, കുടുംബത്തിൽപ്പെട്ടവരോ ഇങ്ങനെയൊന്നും പോകാറില്ല. അദ്ദേഹം അത് അങ്ങനെ ചെയ്യുക തന്നെ ചെയ്തു. പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോ രാഷ്ട്രീയ പ്രവർത്തകരോ ഒന്നും അർഹിക്കുന്ന ഒരു പ്രാധാന്യം അതിന് നൽകിയില്ല. അദ്ദേഹം ബിനീഷ് കോടിയേരിയല്ലല്ലോ എന്നുള്ള ഒരു രീതിയിലാണ് സമീപിച്ചത്. പക്ഷെ അങ്ങനെയല്ല. ഇത് വലിയ എവിടൊക്കെയോ ചെന്ന് കൊള്ളുന്ന വാക്കുകൾ കൂടിയാണിത്. ഇത് ആദരാഞ്ജലിയാണെങ്കിലും അത് എവിടെയൊക്കെയോ ചെന്നു കൊള്ളുന്ന അമ്പുകളായിട്ട്, ഒരുപക്ഷെ കൂരമ്പുകളായിട്ട് തന്നെ മാറുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം അതിലേക്ക് നമുക്ക് വെളിച്ചം വീശുന്നുമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഉമ്മൻചാണ്ടി അങ്കിളിന്റെ കുടുംബവും ഞങ്ങളുടെ കുടുംബവുമായിട്ട് നല്ല ബന്ധമാണ്. അത് അച്ഛനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള അടുപ്പം മൂലമുണ്ടായതാണ്. അതായത് കോടിയേരി ബാലകൃഷ്ണനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള അടുപ്പം. രണ്ടുപേരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. രാഷ്ട്രീയ നിലപാടുകൾ കൃത്യമായി പറയുന്നതോടൊപ്പം അടുപ്പം കാത്തു സൂക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. അത്തരത്തിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു BJP-കാരന്റെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോടൊപ്പം ഇത് കാപ്പി കുടിച്ച് അതിനെ ഒരു രാഷ്ട്രീയ പരിഹാസമായിട്ട് കാണുന്ന, രാഷ്ട്രീയ എതിർപ്പിന്റെ ഒരു കുന്തമുനയിൽ ആക്കി നിർത്തുന്ന ആ രാഷ്ട്രീയത്തെ അദ്ദേഹം എതിർത്തിരിക്കുകയാണ്. ഇനി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി അവലോകനം ചെയ്യാം. ഞാൻ ജയിലിൽ കടന്ന ശേഷം നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഫോണിലൂടെ എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി. അതൊരു രഹസ്യമാണ്, നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഇതൊക്കെ രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കണം. ഉമ്മൻചാണ്ടി പറഞ്ഞ വാക്കുകളാണ് അന്ന്. ഇതൊക്കെ രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ അനുഭവിച്ചതൊക്കെ ഇനിയുള്ള ജീവിതത്തിൽ ഗുണകരമാകുമെന്നും ഇതൊക്കെ മനുഷ്യർ മനസ്സിലാക്കുന്ന കാലം വരുമെന്നും അദ്ദേഹം എന്നെ ഓർമ്മപ്പെടുത്തിയിരുന്നു. മയക്കുമരുന്ന് കേസിലാണ് അദ്ദേഹം അറസ്റ്റിലായതെന്ന് നമുക്കെല്ലാം അറിയാം. ആ കേസിൽ പോലും, അങ്ങനെയുള്ള ഒരു കേസിൽ പോലും ഇദ്ദേഹത്തിനെതിരെ പാരപണിയാനും ഒക്കെ ഒരുപാട് അവസരം ഉണ്ടായ ഇട്ടുകൂടി രാഷ്ട്രീയമായിട്ട് അത് മുതലെടുക്കുകയല്ല, മറിച്ച് ഈ യുവാവിനെ വിളിച്ച് ആശ്വസിപ്പിച്ച എതിർചേരിയിലെ രാഷ്ട്രീയക്കാരനായ ഉമ്മൻചാണ്ടി നമ്മളിപ്പോഴാണ് അറിയുന്നത്. പലരും ഇദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കാൻ വിളിച്ചിട്ടുണ്ടാവും പാർട്ടി പ്രവർത്തകർ. പക്ഷേ പാർട്ടി തന്നെ വളരെ ക്രൂരമായി കോടിയേരി ബാലകൃഷ്ണനെ അകറ്റി നിർത്തുകയാണ് ചെയ്തത്. ആരോഗ്യത്തിന്റെ പേരിൽ അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ചെയ്തത്. അതേസമയം മറ്റൊരു രാഷ്ട്രീയ നേതാവിന്റെ, മറ്റാരുമല്ല, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ മകളുടെ നേരെ ഇതുപോലുള്ള അഴിമതി ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ പാർട്ടി ഒന്നടങ്കം അവർക്ക് പ്രതിരോധം തീർക്കാനായിട്ട് ഒരുമിച്ച് നിന്ന് അണിചേരുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയനെ മാറ്റി നിർത്തണമെന്ന് ഒരു പാർട്ടി പ്രവർത്തകൻ പോലും ഇതുവരെ ശക്തമായിട്ട് തെരഞ്ഞെടുപ്പിൽ തൊപ്പിയിട്ട ശേഷവും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അതിന്റെയൊക്കെ വേദനകൾ, അതിന്റെയൊക്കെ വികാരങ്ങളുടെ ഒരു പ്രതിഫലനം കൂടിയായിട്ട് മാത്രമേ ബിനീഷ് കോടിയേരിയുടെ
ഈ ആദരാഞ്ജലികളെ നമുക്ക് കാണാൻ പറ്റൂ. അവിടെ ഉമ്മൻചാണ്ടി പറഞ്ഞു ഇതൊക്കെ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായിട്ടുള്ള ആ ആരോപണങ്ങൾ, CPM നിരത്തിയ ആരോപണങ്ങളും രാഷ്ട്രീയം തന്നെയാണ് എന്നുള്ള ഒരു ധ്വനിയും ബിനീഷ് കോടിയേരി പറഞ്ഞതിലുണ്ട്. അതായത് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ വെച്ചിട്ട് ഈ പറയുന്ന ആളിന്റെ ഇതിലെ വിക്ടിമായിട്ട് പോലീസിൽ കേസ് നടത്തിയ ആളിന്റെ സരിതാ നായർ അവരുമായിട്ട് കുറച്ചു നേരം അദ്ദേഹം സംഭാഷണം നടത്തി. വാസ്തവത്തിൽ അന്ന് അദ്ദേഹം സംഭാഷണം നടത്തിയത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഗണേഷ് കുമാറുമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ആ പ്രശ്നത്തിൽ നിന്ന് ബാലകൃഷ്ണപിള്ളയുടെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ മറ്റെല്ലാവർക്കും ചെയ്യുന്ന സേവനം പോലെയുള്ള ഒരു സേവനമായിരുന്നു. അത് ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെയും അഴിമതിയുടെയും ഒക്കെ ഒരു തെളിവായിട്ട് ഹാജരാക്കുകയാണ്. അതുപോലെ ഏത് ആൾക്കും എപ്പോൾ വേണമെങ്കിലും കാണാവുന്ന ഒരിടമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അവിടെ ഈ സരിതാ നായർ എപ്പോഴും കയറി ചെല്ലുമായിരുന്നു. അതും ഒരഴിമതി കഥയാക്കി, സോളാർ അഴിമതി കഥയാക്കി മാറ്റി അദ്ദേഹത്തെ വേട്ടയാടുകയും ചോദ്യം ചെയ്യുകയും അപമാനിക്കുകയും ചെയ്യുകയായിരുന്നു ഈ ബിനീഷ് കോടിയേരിയുടെ പാർട്ടി ആ സമയത്ത്. അതിനെല്ലാമുള്ള മറുപടികളും പ്രതികരണങ്ങളും കാലത്തിന്റെ ഒരു പ്രതികാരവും, കാലം സാക്ഷി എന്നാണല്ലോ പറയുന്നത്, ഇതിലടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയവുമില്ല. രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാടൽ മാത്രമായിരുന്നു അതെന്ന് ഇത് ധ്വനിപ്പിക്കുന്നു. ഇതിനെല്ലാമുള്ള മറുപടികൾ ഉണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹം ചെയ്ത സേവനം ഗണേഷ് കുമാറിന് വേണ്ടി അദ്ദേഹം LDF-ലാണ് ഗണേഷ് കുമാർ ചെയ്ത ഒരു സേവനത്തെയാണ് അദ്ദേഹത്തിന് എതിരെയുള്ള പാരയായിട്ട് അന്ന് CPM ഉപയോഗിച്ചത് എന്ന് മാത്രമല്ല, അത് അദ്ദേഹത്തെ അപമാനിക്കാനും അദ്ദേഹത്തിന്റെ മകൻ ഇപ്പൊ ചാണ്ടി ഉമ്മൻ MLA അദ്ദേഹത്തിനെതിരെ പോലുള്ള ആരോപണമായിട്ട് ഉന്നയിക്കാൻ മടിച്ചില്ല. രാഷ്ട്രീയം അത്ര ക്രൂരമാണ്. ശത്രുക്കളായിട്ട് എതിർപക്ഷത്തെ കാണുന്ന ഒരു രാഷ്ട്രീയമാണ് ഇപ്പൊ ഇന്ത്യയിലും കേരളത്തിൽ പ്രത്യേകിച്ചും ഉള്ളതെന്നുള്ള കാര്യങ്ങളും എല്ലാം ഈ കാര്യത്തിൽ കൂടി ധ്വനിപ്പിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി അതിനതീതനായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് കോടിയേരിയുടെ മകൻ നൽകുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലി. ഇദ്ദേഹം ഗണേഷ് കുമാറിന് മാത്രം വേണ്ടിയിട്ടല്ല ഇങ്ങനെ സേവനം നടത്തിയിട്ടുള്ളത്. ഇദ്ദേഹം പോയിടുന്നെല്ലാം അന്ധർക്കും അതുപോലെ തന്നെ നിരാശ്രയരും നിലാരംബലുമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ക്രിസ്തുദേവൻ എന്തെല്ലാം സേവനങ്ങൾ ചെയ്തു, അതേ മാതൃകയുള്ള സേവനമല്ലേ വാസ്തവത്തിൽ അദ്ദേഹം ഈ ജനസമ്പർക്ക പരിപാടിയിൽ കൂടി നടത്തിയിട്ടുള്ളത്. എത്ര ആയിരം അപേക്ഷകർക്കുള്ള ഒരു പരിഗണനയാണ് അവിടെ ലഭിച്ചത്. പലരും രക്ഷപ്പെട്ടിട്ടുണ്ട് അതിൽ കൂടി. ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയിട്ടാണ് അത് നടത്തിയിട്ടുള്ളത്. അഹോരാത്രം ഊണ് കഴിക്കാതെ ഉറക്കമില്ലാതെ അദ്ദേഹം നടത്തി. അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സുഖാഡംബരങ്ങളിലല്ല, പേപ്പർ കെട്ടുകൾക്ക് മുകളിലാണ്, പേപ്പറുകൾ നിരത്തി വെച്ച് അതിന് മുകളിലാണ് കിടന്നുറങ്ങിയിട്ടുള്ളത്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രധാന സ്ഥാനം വഹിക്കുമ്പോഴും അദ്ദേഹം യാത്ര ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റില്ല, AC കമ്പാർട്ട്മെന്റിലല്ല. മറ്റുള്ളവരെ പോലെ സുഖലോലുപനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ അടക്കം ചെയ്യുമ്പോൾ അവിടെ ഔദ്യോഗിക ബഹുമതികൾ വേണ്ട, ഔദ്യോഗിക ബഹുമതികളും ആഡംബരങ്ങളും രാജകീയമായിട്ടുള്ള ഉപചാരങ്ങളും എല്ലാം വേണം എന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ ഉമ്മൻചാണ്ടി തീർച്ചയായിട്ടും ഒരു അപവാദമാകുന്നു എന്നെല്ലാം ഉള്ളതിലേക്ക് വെളിച്ചം നയിക്കുന്ന, ഒരുപക്ഷെ നമ്മുടെ മനസ്സിനെ മതിക്കുകയും കൊള്ളേണ്ടിടത്ത് ചെന്ന് കൊള്ളുകയും ചെയ്യുന്ന വാക്കുകളാണ് ബിനീഷ് കോടിയേരി ഈ ആദരാഞ്ജലി അർപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്.